സിനിമകളിലൂടെ നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്ന പല നടീനടന്മാരുടെയും സ്വകാര്യ ജീവിതം പലപ്പോഴും സിനിമയിലേക്കാൾ സംഭവ വികാസങ്ങൾ നിറഞ്ഞതായിരിക്കും. അതിൽ ദുരന്തവും സന്തോഷവും എല്ലാം ഉണ്ടാകും. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം സിനിമയിൽ ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളാവുക. അത്തരത്തിൽ പ്രേക്ഷകരെ ഏറെ ചിരിപ്പിച്ച തമിഴിലെ പ്രശസ്ത നടനാണ് സത്യൻ. സത്യന് തമിഴിൽ മാത്രമല്ല ആരാധകരുള്ളത്. മലയാളികളും സത്യന്റെ തമാശകൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഹാസ്യനടൻ എന്ന രീതിയിലാണ് പലർക്കും സത്യനെ അറിയുക. ഇളയരാജ ചിത്രത്തിൽ നായകനായാണ് സത്യൻ അരങ്ങേറ്റം കുറിച്ചത്. ഇളയരാജയുടെ ഇളയവൻ എന്ന സിനിമയിൽ സത്യൻ നായകനായി എത്തി. അതിനുശേഷം കണ്ണ ഉന്നെ തേടകുയും എന്ന ചിത്രത്തിലും സത്യൻ നായകനായി. എന്നാൽ സത്യൻ എന്ന നായകനെ പ്രേക്ഷകർ അത്ര കണ്ട് സ്വീകരിച്ചില്ല എന്ന് തന്നെ പറയണം. തുടർന്ന് കഥാപാത്ര നായകനായി മാറി. സിനിമാ ജീവിതം ഇങ്ങനെയൊക്കെയാണെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ സത്യൻ എന്ന നടൻ ഒരു നാട്ടിലെ തന്നെ കൊച്ചു രാജാവായിരുന്നു എന്ന് പറയാം. ഒരു ഭൂവുടമയുടെ മകനായിരുന്നു സത്യൻ. കോയമ്പത്തൂർ ജില്ലയിലെ പട്ടണമായ മദംപട്ടിയാണ് ഇദ്ദേഹത്തിന്റെ നാട്. മദംപട്ടിയിലെ പ്രശസ്തനായ ഭൂവുടമയായിരുന്നു മദംപട്ടി ശിവകുമാർ. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അന്ന് ഇവരുടെ കുടുംബത്തെ ഒരു ചെറിയ രാജ്യം എന്ന നിലയിലാണ് നാട്ടുകാർക്കിടയിൽ അറിയപ്പെട്ടത് തന്നെ. ആ മദംപട്ടി ശിവകുമാറിന്റെ ഏക മകനായിരുന്നു സത്യൻ. 5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ബംഗ്ലാവും 100 കണക്കിന് ഏക്കർ വിലമതിക്കുന്ന തോട്ടങ്ങളും സ്വത്തുക്കളും ഇവരുടേതായിരുന്നു. എന്നാൽ ഇന്നവർക്ക് പഴയ പ്രൗഢിയും പ്രതാപവുമില്ല. ഇതെല്ലാം ഇവർക്കില്ലാതാക്കിയത് സത്യന്റെ അച്ഛൻ മദംപട്ടി ശിവകുമാറിന്റെ സിനിമയോടുള്ള അതിരുവിട്ട കമ്പമായിരുന്നു. അക്കാലത്ത് തമിഴ് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നടന്മാരായ മാർക്കണ്ഡേയൻ ശിവകുമാറും സത്യരാജും മദംപട്ടി ശിവകുമാറിന്റെ ബന്ധുക്കളും. അക്കാലത്ത് തന്റെ കുടുംബത്തിന്റെ എതിർപ്പ് അവഗണിച്ച് സിനിമയിൽ അഭിനയിക്കാൻ വന്ന സത്യരാജന് മാസം പണം നൽകിയത് ശിവകുമാറായിരുന്നു. പിന്നാലെ സ്വയം സിനിമ നിർമ്മിക്കാനും ആരംഭിച്ചു. എന്നാൽ ചില സിനിമകൾ പരാജയപ്പെട്ടതോടെ ഇവരുടെ സ്വത്തുക്കൾ ഓരോന്നായി വിൽക്കാൻ തുടങ്ങി. ഇതിനിടയിൽ മദംപട്ടി ശിവകുമാർ തന്റെ ഏക മകനായ സത്യനെയും സിനിമാ ലോകത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. ഇതിനായി അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിൽ ഇളയവൻ എന്ന ചിത്രം നിർമ്മിച്ചു. എന്നാൽ അതും വൻ പരാജയമായി. സിനിമാ ലോകം നൽകിയ പരാജയങ്ങൾ മദം ശിവകുമാറിന്റെ കുടുംബത്തെ ഒന്നാക്കി ഉലച്ചു. പിന്നീട് അച്ഛൻ മരിച്ചതോടെ സത്യൻ മദംപട്ടിയിലെ തന്റെ ബംഗ്ലാവും വിറ്റുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒരു കാലത്ത് വീട്ടുടമസ്ഥൻ എന്ന നിലയിൽ മദംപട്ടിയിലെ ആളുകൾ കുട്ടിരാജ എന്ന് വിളിച്ചിരുന്ന നടൻ സത്യന്റെ എല്ലാ സ്വത്തുക്കളും നഷ്ടപ്പെട്ടു. ഇപ്പോൾ സ്വന്തം നാട്ടിലേക്ക് പോകുന്നത് അദ്ദേഹം ഒഴിവാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ.